പശ്ചിമേഷ്യയിൽ ഇറാൻ ഉയർത്തുന്ന ശക്തമായ പ്രതിരോധവും അമേരിക്കൻ സാമ്രാജ്യത്വത്തോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളും ഇന്ന് വൈറ്റ് ഹൌസിന്റെ ഉറക്കം കെടുത്തുകയാണ്. അമേരിക്കയുടെ ഈ സാമ്പത്തിക തകർച്ചയുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് അവരുടെ വിമാന കമ്പനികൾ സർക്കാരിന് മുന്നിൽ കൈനീട്ടി നിൽക്കുന്ന കാഴ്ച. ഏകദേശം $2.5 ബില്യൺ അടിയന്തര സഹായമാണ് അമേരിക്കയിലെ വിമാന കമ്പനികൾ ട്രംപ് ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്താണ് ഇതിന് കാരണം? ഇറാനുമായുള്ള യുദ്ധപരമായ സംഘർഷങ്ങൾക്ക് പിന്നാലെ ആഗോള വിപണിയിൽ ഇന്ധനവില കുതിച്ചുയർന്നു. ജെറ്റ് ഇന്ധനവില ഗാലണിന് $4.10 എത്തിയത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 88% വർധനവ്. ലോകം മുഴുവൻ തങ്ങളുടെ കൈപ്പിടിയിലാണ് എന്ന് അഹങ്കരിച്ചിരുന്ന അമേരിക്കയ്ക്ക് സ്വന്തം രാജ്യത്തെ വിമാനങ്ങൾ പറത്താൻ പോലും ഇപ്പോൾ പാക്കേജുകൾ വേണ്ടിവരുന്നു എന്നത് ആ രാജ്യത്തിന്റെ നിസ്സഹായാവസ്ഥയാണ് വെളിപ്പെടുത്തുന്നത്. ഇറാൻ എന്ന കരുത്തുറ്റ രാജ്യത്തെ ഉപരോധങ്ങൾ കൊണ്ട് തളർത്താമെന്ന് കരുതിയ അമേരിക്കയ്ക്ക് ഇന്ന് സ്വന്തം ആഭ്യന്തര വിപണിയെ പോലും നിയന്ത്രിക്കാനാവാത്ത സ്ഥിതിയാണ്. വിമാന ഇന്ധനവില കുതിച്ചുയർന്നതോടെ സാധാരണക്കാരായ അമേരിക്കക്കാർക്ക് വിമാനയാത്ര എന്നത് അപ്രാപ്യമായ ഒന്നായി മാറിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് സ്പിരിറ്റ് എയർലൈൻസ് പോലുള്ള കമ്പനികൾ തകർച്ചയുടെ വക്കിലാണ്. $500 മില്യൺ പ്രത്യേക വായ്പയ്ക്കായി അവർ സർക്കാരിനെ സമീപിച്ചിരിക്കുകയാണ്. 2 വർഷത്തിനിടെ രണ്ടാം തവണയാണ് ഈ കമ്പനി പാപ്പരത്ത നടപടികളിലേക്ക് നീങ്ങുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ലോകത്തിന് മുഴുവൻ സാമ്പത്തിക ഉപരോധങ്ങൾ നൽകുന്ന അമേരിക്കയ്ക്ക് പ്രതിസന്ധി വരുമ്പോൾ തങ്ങളുടെ സ്വതന്ത്ര വിപണി തത്വങ്ങളൊക്കെ കാറ്റിൽ പറത്തി സർക്കാർ ഖജനാവിൽ നിന്ന് പണമെടുത്ത് സ്വകാര്യ കമ്പനികളെ രക്ഷിക്കേണ്ടി വരുന്നു. ഇത് അമേരിക്കൻ സാമ്പത്തിക മാതൃകയുടെ പരാജയമാണ്. നികുതിദായകരുടെ പണം ഉപയോഗിച്ച് ഇത്തരത്തിൽ കമ്പനികളെ രക്ഷിക്കുന്നതിനെതിരെ അമേരിക്കയിൽ തന്നെ വലിയ പ്രതിഷേധമുയരുന്നുണ്ട്. ഇറാനുമായുള്ള സംഘർഷം അമേരിക്കയുടെ സാമ്പത്തിക കോട്ടയ്ക്കുള്ളിൽ അവരെ തന്നെ തടവിലാക്കിയിരിക്കുകയാണ്. അമേരിക്ക ലോകത്തിലെ വലിയ എണ്ണ ഉൽപാദകനാണെന്ന് അവകാശപ്പെടുമ്പോഴും ഇറാൻ ഉൾപ്പെടുന്ന മധ്യപൂർവ്വ ദേശത്തെ ഇന്ധന വിതരണ ശൃംഖലയെ ബാധിക്കുന്ന ഏത് ചലനവും അമേരിക്കയുടെ വിപണിയെ നേരിട്ട് തളർത്തുന്നുണ്ട്. കടൽ ഗതാഗതത്തിന് ഇറാൻ ഉയർത്തുന്ന ഭീഷണികളും വിതരണ തടസ്സങ്ങളും അമേരിക്കൻ ഉപഭോക്താക്കളുടെ ജീവിത ചെലവ് വർദ്ധിപ്പിക്കുകയാണ്. ചുരുക്കത്തിൽ സൂപ്പർ പവർ എന്ന പദവി അലങ്കരിക്കുമ്പോഴും ഇറാൻ എന്ന പ്രതിരോധ ശക്തിക്ക് മുന്നിൽ അമേരിക്കയുടെ സാമ്പത്തിക വീര്യം ചോർന്നു പോവുകയാണ്. ഒരു കാലത്ത് ലോകത്തെ നിയന്ത്രിച്ചിരുന്നവർ ഇന്ന് സ്വന്തം വ്യവസായങ്ങളെ രക്ഷിക്കാൻ നെട്ടോട്ടം ഓടുന്നു. ഇത് ഒരു വൻ ശക്തിയുടെ അവസാന നിലവിളിയാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇറാന്റെ കരുത്തുറ്റ നിലപാടുകൾക്ക് മുന്നിൽ അമേരിക്കയുടെ സാമ്പത്തിക മേധാവിത്വം ഓരോ ദിവസവും തകർന്നു വീഴുകയാണ്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കൂടുതൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളിലേക്കാണ് അമേരിക്ക നീങ്ങുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല.